അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓക്സിലറി വെർബുകളുടെ രണ്ടാമത്തെ പാർട്ടാണ് പഠിക്കുന്നത്. ഓക്സിലറി വെർബുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻ വെർബുകളുടെ സഹായക ക്രിയ ആയിട്ട് മെയിൻ വെർബുകളെ ഹെൽപ്പ് ചെയ്യാൻ സാധാരണ സ്റ്റേറ്റ്മെന്റുകൾ എന്തിന്റെങ്കിലും സ്റ്റേറ്റസ് പറയാനോ ഒക്കെ ആയിട്ടാണ് നമുക്ക് ഓക്സിലറി വെർബുകൾ ഉപയോഗിക്കുക. ഓക്സിലറി വെർബുകൾ രണ്ടെണ്ണമാണുള്ളത്, നോർമൽ ഓക്സിലറീസും നോർമൽ ഓക്സിലറീസും. നമ്മളിപ്പോ നോർമൽ ഓക്സിലറീസിന്റെ രണ്ടാമത്തെ ഫാമിലി ഹാവ് ഫാമിലിയിൽ 3 ഓക്സിലറി വെർബാണുള്ളത്. ഒന്ന് ഹാവ്, 2 ഹാസ്, 3 ഹാഡ്. എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 ഓക്സിലറി വെർബുകളാണ് ഹാവ് ഫാമിലിയിലുള്ളത്. ഇതിൽ ഹാവ് ആൻഡ് ഹാസ് പ്രസന്റ് ടെൻസിലും ഹാഡ് പാസ്റ്റ് ടെൻസിലുമാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഹാവ് എവിടെയാണ് ഉപയോഗിക്കുക, ഹാസ് എവിടെയാണ് ഉപയോഗിക്കുക, ഹാഡ് എവിടെയാണ് ഉപയോഗിക്കുക എന്ന് ചിലർക്ക് സംശയം കാണും. ഞാൻ പറഞ്ഞുതരാം. ഹാവ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ എന്നുള്ള പ്രൊനൗണിന്റെ കൂടെയും പ്ലൂറൽ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളുടെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിലും നിങ്ങളുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും ഒന്നിൽ കൂടുതലാണെങ്കിലും നമ്മൾ ഹാവ് എന്നുള്ളതാണ് ഉപയോഗിക്കുക. സിംഗുലർ ആണെങ്കിൽ ഹാസ് എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, സിംഗുലർ എന്നുള്ളതാണെങ്കിൽ ഹാസ് ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കാം. ഹാഡ് എന്നുള്ളത് രണ്ടിന്റെയും കൂടെ ഉപയോഗിക്കും. ഐയുടെ കൂടെയും സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും നമ്മൾ ഹാഡ് എന്നുള്ള വേർഡ് തന്നെ ഉപയോഗിക്കും. സോ പാസ്റ്റില് ഹാഡ് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. പ്രസന്റില് ഹാവ് ഹാസ് 2 വെർബുകളുണ്ട്. ഒന്ന് ഐക്യം പ്ലൂറലിലും ഉപയോഗിക്കുന്ന ഹാവ് എന്നുള്ള ഓക്സിലറി വെർബ്, സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉപയോഗിക്കുന്ന ഹാസ് എന്നുള്ള ഫാമിലി വെർബ്. എന്താണ് സബ്ജക്ട് എന്ന് കണ്ടുപിടിക്കാൻ ചിലർക്ക് ഡൗട്ട് കാണും. അതിന്റെ മുൻപത്തെ വീഡിയോ ഉണ്ട്, പാർട്ട് 1 ഞാൻ കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ പാർട്ട് 1 കാണാത്തവര് പാർട്ട് 1 കാണുക, എന്നിട്ട് മാത്രം പാർട്ട് 2 കാണുക. എന്തിനാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതെന്നും എന്താണ് ഇതിന്റെ ആവശ്യം എന്നും നമുക്കൊന്ന് പഠിക്കാം. ആദ്യം ഹാവ് ആൻഡ് ഹാസ്. ഹാവ് ഹാസ് എന്നുള്ള വാക്കുകളുടെ അർത്ഥം ഉണ്ട് എന്നാണ്. ഉണ്ട്, ഹാവ് ഹാസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഹാഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. ഉണ്ടായിരുന്നു. ഇനി എന്താണ് ഇതിന്റെ കൃത്യമായ ഉപയോഗം എന്ന് നമുക്ക് നോക്കാം. 2 രീതിയിലാണ് ഇതിന്റെ ഉപയോഗങ്ങൾ വരിക. ഒന്ന് ഓക്സിലറി വെർബായിട്ടും 2 മെയിൻ വെർബുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഓക്സിലറി വെർബായിട്ടും. ഞാൻ പറഞ്ഞിരുന്നു 2 കാരണങ്ങളാണുള്ളത്. മെയിൻ വെർബായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് വെർബായിട്ട് ഉപയോഗിക്കും, 2 സ്റ്റേറ്റസ് പറയാൻ ഉപയോഗിക്കും. സോ സ്റ്റേറ്റസ് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് 2ലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഹാവ് ഹാസ് നമ്മൾ ഉപയോഗിക്കുക. എനിക്കൊരു കാറുണ്ട്, എന്റെ ഫ്രണ്ടിന് ഒരു പട്ടിക്കുട്ടിയുണ്ട്, എന്റെ വീട്ടിൽ ഒരു ആട്ടിൻകുട്ടിയുണ്ട്, ഇങ്ങനെയൊക്കെ പറയാനാണ് നമ്മൾ ഉണ്ട് എന്നുള്ള അർത്ഥം വരുമ്പോഴാണ് നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കുക. സോ എനിക്ക് ഒരു കാർ ഉണ്ടെന്നാ പറഞ്ഞെങ്കിൽ ഐ, നമ്മളിവിടെ പറഞ്ഞു ഐയുടെ കൂടുതൽ ഉണ്ടെന്ന് അർത്ഥം വരാനായിട്ട് ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഐ ഹാവ് എ കാർ എന്നാണ് പറയുക. ഇനി എന്റെ ഫ്രണ്ടിന് ഒരു കാർ ഉണ്ട് അങ്ങനെയാ പറയണതെങ്കിലോ, എന്റെ ഫ്രണ്ടിന് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ, സിംഗുലർ ആണ് വരിക, മൈ ഫ്രണ്ട്. സോ മൈ ഫ്രണ്ട് ഹാസ് എ കാർ അങ്ങനെയാണ് പറയുക. മൈ ഫ്രണ്ട് ഹാസ് എ കാർ. ഇനി പ്ലൂറൽ ആയിട്ടുള്ള ദേ, അവർ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാർ, മൈ ഫ്രണ്ട്സ് എന്നാണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുക. എന്റെ ഫ്രണ്ട്സിന് നല്ല മാർക്കുണ്ട്, മൈ ഫ്രണ്ട്സ് ഹാവ് ഗുഡ് മാർക്സ് അങ്ങനെയാണ് നമ്മൾ പറയാം. മൈ ഫ്രണ്ട്സ് ഹാവ് ഗുഡ് മാർക്സ്. ഇതേ ആവശ്യത്തിന് തന്നെ ഹാഡ് ഉണ്ടായിരുന്നു പാസ്റ്റ് റെഫറൻ ആയിട്ട്. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട്സിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, എന്റെ ഫ്രണ്ടിന് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊടുക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റസ് ആണ്. ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുക. നമുക്ക് ഐ എന്നുള്ളതിനും സിംഗുലറിനും പ്ലൂറലിനും എല്ലാത്തിനും ഹാഡ് ഉപയോഗിക്കാൻ പറ്റും. ഐ ഹാഡ് എ കാർ, മൈ ഫ്രണ്ട് ഹാഡ് എ ജീപ്പ്, മൈ ഫ്രണ്ട്സ് ഹാഡ് ഗുഡ് മാർക്സ്. അങ്ങനെ നമുക്ക് എല്ലാത്തിന്റെയും കൂടെ ഹാഡ് ചേർത്ത് തന്നെ പറയാൻ പറ്റും. ഇനി ഇത് സപ്പോർട്ടിംഗ് വെർബായിട്ട് വരുമ്പോൾ എങ്ങനെയാ ഉപയോഗിക്കുക നോക്കാം. നമ്മൾ പെർഫെക്റ്റ് ടെൻസിലാണ് ഈ ഹാവ് ഫാമിലികൾ കൂടുതലായിട്ടും സപ്പോർട്ടിംഗ് വെർബായിട്ട് ഉപയോഗിക്കുക, പെർഫെക്റ്റ് ടെൻസിലാണ്. സോ ഇവിടെ ഹാവ് ആൻഡ് ഹാസ് നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റിലാണ്. പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഹാഡ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. നമുക്ക് ടെൻസുകളെ പറ്റിയിട്ടൊക്കെ പിന്നെ പഠിക്കാം. ഇപ്പൊ ഞാൻ പറയാം ഉണ്ട് എന്നുള്ളത് എങ്ങനെയാ ഉപയോഗിക്കുക. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. സോ കാണുക എന്നുള്ളതാണ് മെയിൻ വെർബ്. കണ്ടിട്ടുണ്ട്, അപ്പൊ അതിന്റെ സ്റ്റേറ്റസ് പറയുന്നതാണ് ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുക. ഐ ഹാവ് സീൻ ഹിം. ഐ കൂടുതലാണ് അതിലൂടെ ഹാവ് ഉപയോഗിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ ഐ ഹാവ് സീൻ ഹിം. അവൻ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്.
he has eaten that food. He has eaten that food. അവൻ സിംഗുലർ ആണ്, സോ സിംഗുലറിനോട് ഹാസ് നമ്മൾ ഉപയോഗിക്കുക. സോ he has eaten that food. ഇത് സപ്പോർട്ടിംഗ് വെർബായിട്ട് വരുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ had ഉപയോഗിക്കുക. he had eaten that food. അവൻ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. I had seen him. ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് വരുമ്പോഴാണ് നമ്മൾ had ഉപയോഗിക്കുക. ഇവിടെ ഹാഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഹാഡ് ഉപയോഗിക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും തമ്മിൽ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഹാഡ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾക്ക് ഒരുപാട് കാലം മുൻപേ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഹാഡ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ്, ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എപ്പോഴാണ് കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരുപാട് കാലം മുന്നാണ് ഞാൻ കണ്ടേക്കുന്നത്. അതിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ് ഓർമ്മയില്ല, ഞങ്ങൾ സംസാരിച്ച കാര്യം ഞങ്ങൾക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ ഐ ഹാവ് സീൻ ഹിം, ഞാൻ അവനെ കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാലം മുൻപേ ഞാൻ നടന്ന ഒരു സംഭവമാണ്, നമ്മൾ റെഗുലർ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ റീസെന്റ് നടന്ന ഒരു സംഭവമല്ല. ഓക്കെ, നമ്മൾ റീസെന്റ് നടന്നാണ് അത്യാവശ്യം കാര്യങ്ങൾ എനിക്കറിയില്ല, ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു. സോ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് മുൻപ് നടന്നൊരു കാര്യമായിട്ടാണ് നമ്മളത് റെഫർ ചെയ്യുന്നത്. അത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഹാവ്, ഹാസ്, ഹാഡ് എന്നീ 3 ഓക്സിലറി വെർബുകൾ സ്റ്റേറ്റസ് പറയാനും സപ്പോർട്ടിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്ന രീതി. നമ്മൾ ഇപ്പൊ പഠിച്ച റൂൾ വെച്ചിട്ട് ഈ എക്സാമ്പിൾസ് എങ്ങനെയാ ഫിൽ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ കുറച്ച് സ്പീഡിൽ പോകാട്ടോ, വീഡിയോയിലൂടെ ലെങ്തി ആക്കാതിരിക്കാൻ വേണ്ടി. എനിക്ക് 2 പൂച്ചകളുണ്ട്. സോ എനിക്ക് എന്നുള്ളത് നമ്മൾ ഐ ആണ് ഉപയോഗിക്കുക, പിന്നെ ഉണ്ടെന്നാണ് നമ്മൾ പറയാം. സോ ഐ ഹാവ്, ഇനി 2 പൂച്ചകൾ. സോ 2 cats. ഐ ഹാവ് 2 cats. അവൾക്ക് പുതിയൊരു ഫോൺ ഉണ്ട്. സോ അവൾക്ക് എന്നുള്ളത് നമ്മൾ ഷീ ആണ് ഉപയോഗിക്കുക, ഷീയുടെ കൂടെ ഹാസ് ആണ് ഉപയോഗിക്കുക, ഉണ്ടെന്ന് പറയാനായിട്ട് ഹാസ്. സോ ഷീ ഹാസ് she has a new phone. She has a new phone. അടുത്തത് എനിക്ക് സ്കൂളിൽ നല്ലൊരു ടീച്ചർ ഉണ്ടായിരുന്നു. പാസ്റ്റ് ആണ് ഉണ്ടായിരുന്നു പറയുന്നത്. സോ ഉണ്ടായിരുന്നുള്ളതിന് ഹാഡ് ആണ് നമ്മൾ ഉപയോഗിക്കുക. എനിക്ക് എന്നുള്ളതിന് ഐ ആണ്, ഐ ഹാഡ്, എനിക്ക് ഉണ്ടായിരുന്നു. a good teacher in school. I had a good teacher in school. അടുത്ത് അവർക്ക് ഒരു വലിയ വീടുണ്ട്. ഇവിടെ ഉണ്ട് എന്നുള്ളതിന് അവർക്ക് എന്നാണ് നമ്മൾ ഹാവാണ് നമ്മൾ ഇവിടുത്തെ ഉണ്ട് എന്നുള്ളതിന് ഉപയോഗിക്കുക. സോ they have a big house. They have a big house. സോ ഇവിടെ ഹാവ് ഉപയോഗിച്ചു, ഹാസ്, ഹാഡ്, വീണ്ടും ഹാവ്. they എന്നുള്ളത് പ്ലൂറലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ച്. ഐ സിംഗുലർ ആണ്, പക്ഷെ നമുക്ക് ഐ പ്ലൂറലാണ്, നമുക്ക് പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഹാഡ് ഉപയോഗിച്ചു. ഷീ സിംഗുലർ ആണ്, ഹാസ് ഉപയോഗിച്ചു. ഐ ഇവിടെ പ്ലൂറലായിട്ട് നമ്മൾ പ്രസന്റിൽ വന്നിട്ട് സോ ഉണ്ടെന്നുള്ളത് നമ്മൾ ഹാവ് ഉപയോഗിച്ചത്. നമുക്ക് ഇത് മെയിൻ വെർബുകളുടെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് എങ്ങനെയാണ് നിൽക്കാന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഞാൻ എന്റെ ഹോംവർക്ക് തീർത്തിട്ടുണ്ട്. സോ ചെയ്ത് തീർത്തു എന്നുള്ളതാണ്, തീർത്തതിന്റെ കൂടെയാണ് ഉണ്ട് വന്നിരിക്കുന്നത്, അവിടെയാണ് സപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഐ ഹാവ് done my homework. I have done my homework. ഇവിടെ ഓക്സിലറി വന്നിട്ട് ഇതിനൂടെ വെർബിന്റെ 3ാമത്തെ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. രണ്ടാമത്തെ കേസിൽ അവൾ 2 പ്രാവശ്യം ലണ്ടനിൽ പോയിട്ടുണ്ട്. അവൾ എന്നുള്ളതിന് ഷീയുടെ കൂടെ ഹാസ് ആണ് ഉപയോഗിക്കുക. ഷീ ഹാസ് ഗോൺ എന്നോ അല്ലെങ്കിൽ വിസിറ്റഡ് എന്നോ ബീൻ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. 3ാമത്തെ ഫോം ഷീ ഹാസ് ഗോൺ ടു ലണ്ടൻ ട്വൈസ് നമുക്ക് ഉപയോഗിക്കാം, 2 times ഉപയോഗിക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 3ാമത്തത് അവർ ഇപ്പോഴേ ലഞ്ച് കഴിച്ചിട്ടുണ്ട്. സോ അവർ ഡേ എന്നാണ്. ദേ ഹാവ് ഓൾറെഡി ഈറ്റൻ ലഞ്ച് എന്നോ ദേ ഹാവ് ഓൾറെഡി ഈറ്റൻ ദയർ ലഞ്ച് എന്നോ നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ കൂടെ ഈ ഹാവ്, ഹാസ് എന്നുള്ളത് മാറ്റിയിട്ട് ഹാഡ് ചേർത്ത് കഴിഞ്ഞാൽ പാസ്റ്റ് വരും. ഐ ഹാഡ് ഡൺ മൈ ഹോംവർക്ക്. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ഗോൺ ടു ലണ്ടൻ ട്വൈസ്. അവൾ 2 പ്രാവശ്യം ലണ്ടനിൽ പോയിട്ടുണ്ടായിരുന്നു. ദേ ഹാഡ് ഓൾറെഡി ലഞ്ച്. അവർ ഓൾറെഡി ലഞ്ച് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു അർത്ഥത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാകണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി. താങ്ക് യു.